2018 നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ്. അന്ന് ജ്യോതിരാദിത്യ സിന്ധ്യയുടെയും അനുയായികളുടെയും നിതാന്തമായ പരിശ്രമം അവിടെ ഫലം കണ്ടു. കോൺഗ്രസ് ഏറ്റവും വലിയ ഒറ്റകക്ഷിയായി. എന്നിട്ട് പോലും കമൽനാഥും കൂട്ടരും ജ്യോതിരാദിത്യ സിന്ധ്യയെ എല്ലാ തരത്തിലും ആക്ഷേപിക്കാനും മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താതിരിക്കാനും ഒരു പ്രാതിനിധ്യവും കൊടുക്കണ്ട എന്ന് കേന്ദ്ര നേതൃത്വത്തോട് പറയാനും ഒക്കെ ശ്രമിച്ചപ്പോൾ കേന്ദ്ര നേതൃത്വത്തിന്റെ ഏറ്റവും വലിയ പിടിപ്പുകേട് കാരണം ജ്യോതിരാദിത്യ സിന്ധ്യയെ പാർട്ടിക്ക് നഷ്ടമായി. ജ്യോതിരാദിത്യ സിന്ധ്യ മനമെടുത്താണ് പാർട്ടി വിട്ടത് എന്നുള്ളത് വ്യക്തമാണ്. അതിനാൽ അദ്ദേഹം NDAയിലേക്ക് ചേക്കേറുകയും കേന്ദ്ര ക്യാബിനറ്റ് വകുപ്പ്, അതായത് സിവിൽ വ്യോമയാന വകുപ്പിന്റെ ചുമതലയുള്ള കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയാവുകയും ചെയ്തു. എന്നാൽ പിന്നീട് കമൽനാഥ് BJPയിലേക്ക് പോകും എന്നുള്ള അഭ്യൂഹങ്ങൾ പരക്കെ പടർന്നു. അതിനെക്കുറിച്ച് അദ്ദേഹവും അദ്ദേഹത്തിന്റെ മകനും നിരാകരിക്കുകയും ഭാരത് ജോഡോ ന്യായ് യാത്രയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ എല്ലാ തരത്തിലും സഹകരിക്കുകയും ചെയ്തതോടുകൂടി ആ സംഭവം, അതായത് ഇത്തരത്തിലുള്ള പ്രചരണങ്ങളെല്ലാം തന്നെ മൺമറഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. ഇക്കുറി ചിന്തുവാരയിൽ മാത്രമല്ല, എല്ലാ മണ്ഡലങ്ങളിലും അതിശക്തമായിട്ടുള്ള പ്രവർത്തനം തന്നെയാണ് നടത്തുന്നത്. നേരത്തെ സുനിൽ കനകോലു എന്ന തിരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനെ മുട്ടുകുത്തിക്കില്ല എന്ന് പറഞ്ഞ അതേ കമൽനാഥ് പറയുന്നത് സുനിൽ കനകോലുവിന്റെ എല്ലാ സഹായങ്ങളും ഞങ്ങൾക്ക് വേണം എന്ന് തന്നെയാണ്. കാരണം മധ്യപ്രദേശിൽ BJPയെ നയിക്കുന്ന മോഹൻ യാദവും അധികാരത്തിലേക്ക് എത്തുമെന്ന് സ്വപ്നത്തിൽ പോലും കമൽനാഥോ അനുയായികളോ വിചാരിച്ചില്ല. അതും 230-ൽ 166 സീറ്റുമായി. അധികാരം ഇങ്ങനെയൊക്കെ ലഭിക്കാനുള്ള എല്ലാ പോംവഴിയും ഇട്ടുകൊടുത്തത് കമൽനാഥ് തന്നെയാണ്. വിഭാഗീയത കോൺഗ്രസിൽ ഇന്നും ഇന്നലെയും ഉടലെടുത്തതല്ല, വർഷങ്ങളായി ഉണ്ട്. അതിന്റെ എല്ലാം കാരണവരായി നിൽക്കുന്നത് കമൽനാഥ് തന്നെയെന്ന് അണികളും ഒരേ സ്വരത്തിൽ പറഞ്ഞതോടുകൂടിയാണ് കമൽനാഥ് പ്രതിരോധത്തിലായത്.